ഹലോ എവരി വൺ ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനമ്മയും ബോറടിച്ചിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഓരോ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യും കേട്ടോ. അങ്ങനെ പ്ലാൻ ചെയ്ത് കുറേ സ്ഥലങ്ങൾ നമുക്കിങ്ങനെ പെൻഡിങ് ഉണ്ട്. പക്ഷേ എൻ്റെ കഷ്ടകാലത്തിനോ അമ്മയുടെ കഷ്ടകാലത്തിനോ ആണെന്ന് അറിയില്ല കേട്ടോ. ഞങ്ങൾക്ക് ഈ പ്ലാനിങ് മാത്രമേ ഉള്ളൂ. ഇതുവരെ ഞങ്ങൾ പ്ലാൻ ചെയ്ത ഒരു കാര്യം സംഭവിച്ചിട്ടില്ല കേട്ടോ. എന്ന് കരുതി പ്ലാനിങ് മുടക്കാറൊന്നുമില്ല. ഇന്ന ദിവസം ഇന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഗംഭീരമായ പ്ലാനിങ് ഒക്കെ നടത്തി വെക്കാറുണ്ട് കേട്ടോ ഇപ്പോഴും. അങ്ങനെ ഞങ്ങളുടെ പ്ലാനിങ് ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കാസർഗോഡേക്ക് ഞങ്ങൾ പാഴ്സൽ ചെയ്തൊരു സാധനം തിരിച്ച് വീട്ടിലേക്ക് വന്നത് കേട്ടോ. അവൾക്ക് കുറച്ച് ദിവസത്തെ ലീവ് ഉണ്ട്. വേറെ ആരുമല്ല കേട്ടോ, എൻ്റെ അനിയത്തി തന്നെയാണ്. അങ്ങനെ അവളുടെ വരവൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മൂന്നാളും കൂടി ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരാൾക്കൊരു ബോധോദയം വന്നത് കേട്ടോ. വേറെ ഒന്നല്ല, കുറേ നാളായല്ലോ നമ്മൾ ശിവേട്ടനെ കണ്ടിട്ട്, ഒന്ന് കാണാൻ പോയാലോ എന്ന് കേട്ടോ. പ്ലാനിങ് നടത്തി വേറൊരു ദിവസം എടുത്തു വന്നാൽ അത് നടക്കില്ലെന്ന് ഉറപ്പായതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ശിവേട്ടനെ കാണാൻ പോയിട്ടേ ഉള്ളൂ എന്ന് തീരുമാനിച്ചു. അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛനും ഒക്കെയാണ് കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, വേറൊരു ദിവസത്തേക്ക് യാത്ര മാറ്റാണ്ട് പിറ്റേ ദിവസം തന്നെ പോകാനായിട്ട് അങ്ങനെ തീരുമാനത്തിലെത്തി. അമ്പലത്തിലോട്ട് അച്ഛനില്ല കേട്ടോ, ഞാനും അമ്മയും ഉണ്ണിയും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ഒരു 6 മണിക്കൊക്കെ എഴുന്നേറ്റ് വേഗം പണികൾ തീർത്തു കേട്ടോ. ഞങ്ങൾ 3 പേരുള്ളതുകൊണ്ട് തന്നെ ചടപടേന്ന് കാര്യങ്ങളായിട്ടോ. ചായ മാത്രമേ കുടിക്കുന്നുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും അമ്പലത്തിൽ പോയി തൊഴുത് കഴിഞ്ഞ് അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ദേ പെയ്യണു മഴ. പെട്ടൂന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, പക്ഷെ നമ്മളെ ചതിച്ചില്ല കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ആശാൻ പോയി. ദേ സൂര്യേട്ടൻ വന്നിട്ടുണ്ട്, അതുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. അല്ലെങ്കിൽ നനഞ്ഞു കുളിച്ചൊരു പരിവായനെ. പിന്നെ സാരി ഒന്നും എടുത്തിട്ടല്ലല്ലോ പോകുന്നത്, അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. 9:05 ബസ്സിന് പോകാനാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കറക്റ്റ് സമയത്ത് തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തോ ഭാഗ്യം കൊണ്ട് ഈ വട്ടം ഞങ്ങൾ 3 പേരും തല്ലൂടാണ്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും റെഡി ആവാണ്ടായി അമ്മയുടെ നിന്ന് 2 ചീറ്റൊക്കെ കെട്ടിട്ടാണ് ഇറങ്ങാറ്. ഇന്നെന്തോ ഒരു ഭാഗ്യമുണ്ട് കേട്ടോ. അങ്ങനെ വന്ന് നിൽക്കുമ്പോഴേക്കും ബസ്സും വന്നിട്ടുണ്ട്. ബസ്സിൽ സീറ്റും കിട്ടി കേട്ടോ. അങ്ങനെ വിൻഡോ സീറ്റിലൊക്കെ കയറിയിരുന്ന് യാത്രയൊക്കെ ആസ്വദിച്ച് 10 മണിയായപ്പോൾ നമ്മൾ നമ്മുടെ സ്ഥലത്ത് അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. കുറേ നാളായിട്ടോ ഇവിടേക്കൊക്കെ വന്നിട്ട്. ഇന്ന് നിറയെ ആൾക്കാരൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒരു മനുഷ്യനെ കാണാനില്ല. എന്ത് പറ്റിയാണാവോ? സാധാരണ ഈ ഗ്രൗണ്ടിലൊക്കെ നിറച്ച ആൾക്കാരുള്ളതാണ് കേട്ടോ. ആൾക്കാരൊക്കെ എവിടെ പോയാവോ? ചിലപ്പോൾ വന്നു തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ. നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ ഗ്രൗണ്ടിൻ്റെ ഉള്ളിൽ കയറിയാൽ തന്നെ നിറച്ച് കാറ്റൊക്കെ ആയിട്ട്. പിന്നെ അവിടെ നിന്ന് നടന്ന് ദേ നമ്മുടെ ആന നിൽക്കുന്നു കേട്ടോ. ഇത് വടക്കുന്നാഥൻ്റെ അമ്പലത്തിൻ്റെ അവിടെ ഉള്ളതാണ്. പിന്നെ ദേ കാണുന്നു നമ്മുടെ പുത്തമ്പള്ളി. പിന്നെ അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ മുട്ട വെയിലായി തുടങ്ങിയിട്ടോ. ഉൾഭാഗത്തെ കാര്യം എന്താവും ഈശ്വരന് മാത്രമേ അറിയുള്ളൂ. ആദ്യം നമ്മൾ പാറയമേക്കാവ് പോയി തൊഴാന്നാട്ടോ വിചാരിച്ചത്. കാരണം നമ്മൾ വടക്കുന്നാഥൻ്റെ ഉള്ളിൽ കയറി തൊഴുത് വരുമ്പോഴേക്കും പാറയമേക്കാവിൽ നട അടയ്ക്കും. അതുകൊണ്ട് നേരെ അങ്ങോട്ടേക്കാണ് കയറിയത്. ഇതിൻ്റെ ഉള്ളിലൊന്നും തന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ദേവസ്വത്തിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഫോൺ അവർ വാങ്ങി വയ്ക്കും കേട്ടോ, അതിലൊരു സംശയം വേണ്ട. എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഫോൺ ഇവിടെ ചെറുതായിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വലിയ കാര്യമായ രീതിയിൽ പോയി വാദിക്കാനും പറ്റില്ല. കാരണം എന്താ, അവരെ മലയാള അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ വീഡിയോഗ്രാഫി എടുക്കരുതെന്ന്. അതുകൊണ്ട് ഞങ്ങൾ റിസ്ക് എടുത്തില്ല കേട്ടോ, ചെറിയൊരു ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. അങ്ങനെ ദേവിനെ തൊഴുത് നമ്മൾ നേരെ വടക്കുന്നാഥ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു ടൈമിലെങ്കിലും വന്നിരിക്കേണ്ട ഒരു അമ്പലം തന്നെയാണ് കേട്ടോ. കാരണം അടിപൊളിയാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒക്കെ തീർന്നു പോയ പോലെ തോന്നും. പിന്നെ കൂടുതൽ എനിക്ക് ഇതിൻ്റെ ഉൾഭാഗത്ത് ഒറ്റയ്ക്ക് വരാനാണ് കേട്ടോ ഇഷ്ടം. ആരുടെയും ശല്യം ഇല്ലാണ്ട് ഇങ്ങനെ നടന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒതുങ്ങിയിരുന്ന്. കാരണം നിറയെ മരങ്ങളൊക്കെ ആയിട്ട് അടിപൊളി ഫീലാണ് കേട്ടോ ഇതിൻ്റെ ഉൾഭാഗത്ത്. ഇപ്പോൾ ഒരു പ്രത്യേകത എന്താ കൂടുതൽ വന്നതെന്നുള്ളത് ഓരോ സ്ഥലത്തും എഴുതി വെച്ചിരിക്കുകയാണ് കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കരുതെന്ന്. അപ്പോൾ ഞാൻ അടുത്തുള്ള സെക്യൂരിറ്റി മാമിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, കാര്യമായ രീതിയിൽ നിങ്ങൾ വീഡിയോ എടുത്ത് ശല്യം ചെയ്യേണ്ട, പക്ഷെ 1-2 ഫോട്ടോസ് എടുത്തു എന്ന് കരുതിയും കുഴപ്പമില്ല. കാരണം ഈ അടുത്ത് ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അതാണ് അവരിങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ. കാരണം അമ്പലം തൊഴാനുള്ളതാണ്, നിങ്ങൾക്ക് വീഡിയോ എടുക്കാനുള്ളതല്ലാന്ന്. എന്തായാലും നമ്മൾ അമ്പലത്തിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നും വരാത്ത രീതിയിൽ വീഡിയോ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളും തൊഴാനാണല്ലോ പോയത്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ തൊഴുത് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടാണ് കേട്ടോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. കാരണം 11 മണിക്ക് ശേഷം ഒരു 11:30 വരെ ഇരിക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഇരുത്തില്ല, നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ വേണം കേട്ടോ. റൗണ്ടൊന്ന് ചുറ്റണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ മുട്ട വെയിലാണ്. അതിൽ ചുറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കരിഞ്ഞുണങ്ങി പോവും. അതുകൊണ്ട് നമുക്ക് റൗണ്ട് ചുറ്റാണ്ട് വെറുതെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഇനി എന്താ, നമ്മൾ ചായ കുടിച്ചിട്ടില്ല, നമുക്ക് ചായ കുടിക്കണ്ടേ, നമുക്കിനി രാധാകൃഷ്ണനെ പോയി ചായ കുടിക്കാം കേട്ടോ. രാവിലെ തൃശ്ശൂർ വരുന്ന എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ വീട്ടിൽ നിന്ന് ചായ കുടിക്കില്ല കേട്ടോ, നേരെ രാധാകൃഷ്ണനിലോട്ട് വരും. കാരണം എനിക്ക് ഇവിടുത്തെ മസാല ദോശയും വടയും അതുപോലെ തന്നെ ചായയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വേറെ എവിടെ പോയി കഴിച്ചാലും കിട്ടാത്ത സ്വാദ് എനിക്ക് ഇവിടെ വന്ന് കഴിച്ചാൽ കിട്ടും. അതുകൊണ്ട് ഇവിടെ വന്ന് ഞങ്ങൾ 3 പേര് അത് തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്തത്.
ഈ വട്ടം എന്താണെന്നറിയില്ല, അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല, പെട്ടെന്ന് സാധനങ്ങൾ വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മൂന്നാളും ആസ്വദിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് പതുക്കെയാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇനി എനിക്കൊരു ആയുർവേദ ഷോപ്പിൽ കയറാനുണ്ട് കേട്ടോ. രക്തചന്ദനത്തിൻ്റെ കട്ട വാങ്ങാനാണ്. ഒറിജിനൽ രക്തചന്ദനം കിട്ടുന്ന ഒരു കടയാണ് കേട്ടോ. ഇതിപ്പോൾ ഓൺലൈനിൽ കാണിക്കുന്നുണ്ട് ഇവരുടെ ഷോപ്പ് കാര്യങ്ങളൊക്കെ. ഞാൻ ഇതിൻ്റെ പേര് മറന്നു കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങാനുള്ളത്. നല്ല തിരക്ക് എപ്പോൾ പോയാലും ഉണ്ടാവും. അങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം പൗഡർ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങാറുള്ളത്. പിന്നെ എന്താ, ഇനി നമുക്ക് സ്റ്റാൻഡിൽ പോകണം. അവിടെ നിന്ന് തന്നെ ബസ് കിട്ടുന്നതുകൊണ്ട് വേഗം കയറിയിരുന്ന് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മൊട്ട വെയിലെന്ന് പറഞ്ഞാൽ മൊട്ട വെയിലാണ്, ആകെ വയ്യാതായി കേട്ടോ. എന്തു ചൂടാണെന്നറിയോ. പിന്നെ സ്റ്റാൻഡിൽ വന്നിറങ്ങി നമ്മുടെ ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം തന്നെ അതിലും കയറി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൻ്റെ എൻ്റെയൊക്കെ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. നാളെ മറ്റൊരു വ്ളോഗായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.